ഈ വീഡിയോയിൽ കാണുന്ന പൊന്നു മോന്റെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? സൈക്കിളിൽ നിന്ന് വീണതോ കളിച്ചപ്പോ വീണതോ അല്ല. രണ്ടാനച്ഛൻ എന്ന പേരിൽ അവളുടെ കഴപ്പ് തീർക്കാമെന്ന ഒരു അപരാധി അടിച്ചൊടിച്ചതാണ് ആ കുഞ്ഞന്റെ രണ്ട് കൈകളും. ഇന്ന് ഈ ലോകത്ത് ആ പൊന്നുമോനില്ല. അവന് വാ തുറന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് വളരെ ക്രൂരമായിട്ട് അവനെ ഉപദ്രവിച്ച ഒരു അപരാധി. പേര് രണ്ടാനച്ഛൻ. മൈ ലൈഫ് മൈ റൂൾസ് എന്നുള്ള മുദ്രാവാക്യവുമായി ജീവിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിനക്കൊക്കെ കഴപ്പാണെങ്കിൽ ആരെങ്കിലും വിളിച്ച് എവിടെയെങ്കിലും പോയി ജീവിച്ചങ്ങ് മരിക്കുക. അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ചു വിടുന്ന കുഞ്ഞു മക്കളെ കൈവയ്ക്കാൻ നിന്ന നിന്റെയൊക്കെ കയ്യും കാലും വെട്ടിയെടുക്കണമെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ വിഷയം നടന്നതിന് ശേഷം ബന്ധുക്കളെന്നും അയൽവാസികളെന്നും പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞു അത്രേ അവൻ ആ കൊച്ചിനെ നേരത്തെ ഉപദ്രവിക്കുമായിരുന്നു. നിന്റെയൊക്കെ വായിൽ പഴവും കയ്യിൽ കുരുവുമായിരുന്നോ? കേസിനും വഴക്കിനും പോകാനെന്നുള്ള പേടിയായിരുന്നോ? 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു അപരാധി എടുത്തിട്ട് ഉപദ്രവിക്കുമ്പോ അത് കണ്ടിട്ട് പരാതി പറയാൻ നിങ്ങൾക്ക് നാണമില്ല? അടിക്കണമായിരുന്നു ബായി. ആ സ്പോട്ടിൽ അവനെ കാലേവാരി തൂക്കി ഭിത്തിയിൽ അടിക്കണമായിരുന്നു. എങ്കിൽ ആ കുഞ്ഞിനൊന്ന് ജീവനോടുണ്ടായിരുന്നത്. അമ്മ തൊട്ടിൽ കഴിഞ്ഞ ദിവസം 1 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുഞ്ഞിനെ അവർ മേഘമൽഹാർ എന്ന് പേരിട്ടു. കുറഞ്ഞ പക്ഷം അതിന്റെ തള്ള അതിനെ കാലേവാരി നിലത്തടിക്കാതെ അവിടെ കൊണ്ട് കൊടുത്തില്ലേ, അവൻ ജീവിച്ചെങ്കിലും പോവും. അപ്പോ നിങ്ങളുടെ കഴപ്പും അപരാധവും തീർക്കാൻ നിങ്ങൾ ആരെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ഇല്ലെങ്കിൽ കാട്ടുകളെ പോകുകയോ ഇല്ലെങ്കിൽ എവിടെ പോയി എന്ത് അപരാധവും കാണിച്ചോളി. അതിന്റെ പേരിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. ദയവ് ചെയ്ത് ഈ കേസ് പരിഗണിക്കുന്ന വക്കീലാവട്ടെ കോടതിയാകട്ടെ ആരുമാകട്ടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ആ തള്ളയ്ക്കും അവൾ കൊണ്ട് നടന്ന അപരാധിക്കും കിട്ടട്ടെ.